തമിഴ്നാട്ടിൽ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം സർക്കാർ ഉടൻ തന്നെ മന്ത്രിസഭാ വികസനത്തിലേക്ക് കടക്കുമെന്ന് റിപ്പോർട്ട്. സഖ്യകക്ഷിയായ കോൺഗ്രസിന് പുതിയ മന്ത്രിസഭയിൽ 2 മന്ത്രിസ്ഥാനങ്ങൾ ലഭിക്കുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. എന്നാൽ നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ സർക്കാരിനെ പിന്തുണച്ച അണ്ണാ DMK വിമതർക്ക് മന്ത്രിസ്ഥാനം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. കഴിഞ്ഞ മെയ് 10-നാണ് മുഖ്യമന്ത്രി വിജയ്ക്കൊപ്പം 9 TVK നേതാക്കൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. പ്രധാന വകുപ്പുകൾ ഇവർക്ക് വീതിച്ചു നൽകിയെങ്കിലും പല സുപ്രധാന വകുപ്പുകൾക്കും ഇപ്പോഴും സ്ഥിരം മന്ത്രിമാരില്ലാത്ത അവസ്ഥയാണ്. ചില മന്ത്രിമാർ ഒന്നിലധികം വകുപ്പുകളുടെ അധിക ചുമതല വഹിക്കുന്നുണ്ട്. ഇതുകാരണം ഭരണനിർവഹണം വിചാരിച്ചത്ര കാര്യക്ഷമമായി തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ലെന്ന വിലയിരുത്തലിലാണ് എത്രയും പെട്ടെന്ന് മന്ത്രിസഭ വികസിപ്പിക്കണമെന്ന ആവശ്യം പാർട്ടി നേതൃത്വത്തിൽ നിന്ന് തന്നെ ഉയർന്നത്. മുഖ്യമന്ത്രി വിജയ് തന്റെ മന്ത്രിസഭയുടെ ആകെ അംഗബലം ഘട്ടം ഘട്ടമായി ഭരണഘടനാ പരിധിയായ 34 വരെയായി ഉയർത്താനാണ് ആലോചിക്കുന്നത്. എന്നാൽ ഈ ആദ്യഘട്ട വികസനത്തിൽ എത്ര പേരെ പുതിയതായി ഉൾപ്പെടുത്തുമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. നിയമസഭയിൽ 5 MLA ഉള്ള പ്രധാന സഖ്യകക്ഷിയായ കോൺഗ്രസിന് 2 മന്ത്രിസ്ഥാനങ്ങൾ നൽകാൻ ഇതിനോടകം തന്നെ ധാരണയായിട്ടുണ്ടെന്നാണ് സഖ്യവൃത്തങ്ങൾ നൽകുന്ന സൂചന. കോൺഗ്രസ് തങ്ങളുടെ മന്ത്രിസ്ഥാനങ്ങളിലേക്ക് പാർട്ടി നിയമസഭാ കക്ഷി നേതാവ് S. രാജേഷ് കുമാർ, മേലൂർ MLA P. വിശ്വനാഥൻ എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രിക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത്. അതേസമയം ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ കോൺഗ്രസ് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കാത്തതിൽ പാർട്ടി നേതൃത്വത്തിനും അണികൾക്കും വലിയ നിരാശയുണ്ട്. എങ്കിലും പുതിയ വികസനത്തോടെ ഈ പരിഭവം മാറുമെന്നാണ് കരുതുന്നത്. അണ്ണാ DMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിക്കെതിരെ കലാപക്കൊടി ഉയർത്തിയ 25 MLA നിയമസഭയിൽ TVK സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്തിരുന്നത്. ഇതിലൊരാൾ പിന്നീട് എടപ്പാടി പക്ഷത്തേക്ക് മടങ്ങിയെങ്കിലും വിമത നീക്കത്തിന് നേതൃത്വം നൽകിയ CV ഷൺമുഖം, SP വേലുമണി, C. വിജയഭാസ്കർ, MR വിജയഭാസ്കർ, R. കാമരാജ്, KV അൻപഴകൻ തുടങ്ങിയ പ്രമുഖരെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ടെന്നാണ് സൂചന. വിമതപക്ഷം 8 മന്ത്രിസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും 5 നൽകാൻ ധാരണയായതായി കേൾക്കുന്നുണ്ടെങ്കിലും അന്തിമ പ്രഖ്യാപനം വന്നിട്ടില്ല. അതേസമയം അണ്ണാ DMK വിമതർക്ക് മന്ത്രിസ്ഥാനം നൽകുന്നതിനെതിരെ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സഖ്യകക്ഷികളായ കോൺഗ്രസും VCKയും കടുത്ത എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ദ്രാവിഡ പാർട്ടികളായ DMKയെയും അണ്ണാ DMKയെയും മാറ്റി നിർത്താനാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ TVK സഖ്യത്തിന് വോട്ട് ചെയ്തതെന്നും അതിനാൽ വിമതരെ മന്ത്രിസഭയിൽ എടുക്കുന്നത് ജനവിധിക്കെതിരാണെന്നും കോൺഗ്രസ് നേതാവ് കാർത്തി ചിദംബരം തുറന്നടിച്ചു. വിമതരെ ഉൾപ്പെടുത്തുന്നത് രാഷ്ട്രീയ നൈതികതയ്ക്ക് നിരക്കുന്നതല്ലെന്ന് VCK ജനറൽ സെക്രട്ടറി D. രവികുമാറും പറഞ്ഞു.